നമസ്കാരം. വിവാദങ്ങളിൽ മുങ്ങിയ തിരുവനന്തപുരം മേയറിന് ഇനി പറയാനുള്ളത് നഷ്ടങ്ങളുടെ കഥകളും കണക്കുകളും മാത്രമാണ്. പാർട്ടിയിലെ മുതിർന്ന വനിതാ നേതാക്കളെ തള്ളി ബേബി മേയറെ മേയർ സ്ഥാനത്തെത്തിച്ച പാർട്ടി തന്നെ ഇപ്പോൾ മേയറെ ഏതാണ്ട് കൈയൊഴിഞ്ഞ സ്ഥിതിയാണ്. ഭർത്താവ് MLA സച്ചിൻ ദേവിനെ പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രി രാധാകൃഷ്ണന് പകരക്കാരനായി ബൈ ഇലക്ഷൻ നടത്തി മന്ത്രിയാക്കാൻ പിണറായി അടക്കമുള്ള പാർട്ടി നേതാക്കൾ തീരുമാനിച്ചിരുന്നതായാണ് വിവരം. എന്നാൽ വിവാദങ്ങളിൽ പുകയുന്ന MLAയെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ചോദ്യങ്ങൾ വലിയ രീതിയിൽ പാർട്ടിയിൽ തന്നെ ഉയരുകയാണ്. സച്ചിനെ മന്ത്രിയായി പരിഗണിക്കാൻ കഴിയില്ലെന്നാണ് പാർട്ടിക്കുള്ളിലെ അടക്കം പറച്ചിൽ. മാത്രമല്ല, നിയമസഭാ ഇലക്ഷന് നേമത്ത് നിന്ന് ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പാർട്ടിയുടെ വലിയ രീതിയിലുള്ള നീക്കങ്ങളും ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും പാർട്ടി തന്നെ തടയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു വിവാദം കൊണ്ട് ആര്യയും ഭർത്താവും അവരുടെ രാഷ്ട്രീയ ഭാവികൾ തന്നെ അപകടത്തിലാക്കി എന്ന് വേണം പറയാൻ. തലസ്ഥാനം പ്രളയ സമാനമായി മുങ്ങുമ്പോൾ മേയർ കൊച്ചമ്മ സുഖവാസത്തിലായതും വലിയ ചർച്ചയായിരുന്നു. തലസ്ഥാനത്ത് അരമണിക്കൂർ മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്. അത്രയും ദുരന്ത സാഹചര്യം ഉണ്ടായിരുന്ന സമയത്താണ് മേയറും ഭർത്താവും മൂന്നാറിലേക്ക് പോയത്. അതും വലിയ വിവാദമായി മാറി. അങ്ങനെ എല്ലാം കൊണ്ടും രാഷ്ട്രീയ ഭാവി അവതാളത്തിലാവുകയാണ് മേയറുടെയും ഭർത്താവ് സച്ചിൻ ദേവിന്റെയും. ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള സംഘർഷത്തിൽ യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്നാണ് കേരള പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതും മേയറിന് തിരിച്ചടിയായി. യദു ഒരു ക്രിമിനൽ അല്ലെന്നും അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് പോലും നിലവിലില്ലെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. യദു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ ഇനി യദുവിനെ തൊടാൻ കഴിയില്ലെന്നും കേസ് മേയർക്കെതിരെ തിരിയുകയാണെന്നും വ്യക്തമാവുകയാണ്. അധികാരമുണ്ടെന്ന് കരുതി എന്തും കാണിക്കാമെന്ന ഒരു നേരത്തെ തോന്നലാണ് മേയറിനെയും MLAയും കുരുക്കിലാക്കിയത്. ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് യദുവിന്റെ കേസ് പരിഗണിച്ചത്. മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ CPM സഹായത്തോടെ മലയൻകീഴ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതെന്നുമാണ് യദു ഹർജിയിൽ പറഞ്ഞത്. നേരത്തെ യദു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് മേയർ ആര്യ ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ തള്ളിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് മുൻപാകെ രഹസ്യമൊഴി നൽകിയിരുന്നു. യദു ലൈംഗികാധിക്ഷേപം കാണിച്ചെന്ന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും MLAക്കുമെതിരെ അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആരെടുത്തുകൊണ്ടുപോയെന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് സാധിക്കാത്ത അവസ്ഥയാണ്. പാർട്ടിയുടെ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെട്ടു നിന്ന ആര്യ രാജേന്ദ്രൻ ഇനി മേയർ പദവി കൂടി നഷ്ടമാകുമോ എന്ന് കണ്ടറിയണം. ജനാധിപത്യ രാജ്യത്ത് ഡ്രൈവറിനും മേയറിനും ഒരേ അവകാശമാണുള്ളതെന്ന് മേയർ മറന്നുപോയത് മേയറിനും MLAക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാവുകയാണ്.